ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പേടിച്ചുകൊണ്ടുള്ളൊരു ഹലോ എവ്രിവൺ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുടി ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മുടി വെട്ടാൻ പോകുന്നത് എന്താ പേടിയാണോന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി പേടിയാണ്. എപ്പോഴും മുടി വെട്ടാൻ പോകുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ. ഇപ്പോൾ ഹെയർ ട്രിമ്മിങ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാനിന്ന് മുടി ഒരു വേറെ എന്തെങ്കിലും ടൈപ്പിൽ വെട്ടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഹെയർ കട്ട് ചെയ്യുന്ന എപ്പോഴും ടെൻഷനാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അവർ വെട്ടും. ഇപ്പം ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അവർ വെട്ടിപ്പോവും. ഇപ്പം ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ലെയർ ചെയ്തിടലുണ്ട്, അത് തന്നെ ചിലപ്പോൾ കുറച്ച് അധികം മുടിയെടുത്ത് അവർ ചെയ്യും. അതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആവോ എന്നുള്ള ടെൻഷനാണ് മുടി വെട്ടിക്കഴിയുമ്പോൾ ഉള്ളത്. അപ്പം ഇപ്പം ഞാനൊരു ഹെയർ സ്റ്റൈൽ നോക്കി വെച്ചിട്ടുണ്ട്. അത് മെയിൻലി ഫ്രണ്ടിൽ മാത്രമാണ് വരുന്നത്. ബാക്കിൽ ഞാൻ ചുമ്മാ ട്രിം ചെയ്ത് വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വീഡിയോ ആക്കാം ഇതെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കൊളാവുകയാണെങ്കിൽ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നന്നായി വരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പോവാം. അപ്പം ഞാൻ എന്താ പോവാണ് മുടി വെട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. സുജിയായിട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. വിയാനും ഉണ്ട്. ഇവരെന്നെ അവർ ഡ്രോപ്പ് ചെയ്തിട്ട് പോവും. പിന്നെ എപ്പോഴാണ് കഴിയാന്നൊന്നും അറിയില്ല. കഴിയുന്നതിനനുസരിച്ചിട്ട് ഞാൻ വിളിക്കും. ഇവർ ഫ്രീ ആണെങ്കിൽ ഇവർ വന്ന് എന്നെ പിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ടാക്സിയിൽ വരാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ ചെയ്തിരുന്ന സലൂണിലാണ് പോണത് കേട്ടോ. ഇവിടെ ഞാൻ മുടി വെട്ടുന്ന കാര്യം ആയതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇവിടെയുള്ള സലൂണിലൊന്നും ഞാൻ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ പോകാമെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഇവിടെ സലൂൺസ് ഉണ്ട്, പുതിയതായിട്ട് താമസം മാറിയ സ്ഥലത്ത്. അപ്പം പണ്ട് എപ്പോഴും പോയിട്ടുള്ള സ്ഥലത്താണ് പോണത്. ഇനിയിപ്പം പോയിട്ട് ഞാനൊരു ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ അവരോട് പോയി ചോദിക്കും ഇതെനിക്ക് സ്യൂട്ടാവോ എന്നുള്ളത്. സ്യൂട്ടാവുകയാണെങ്കിൽ നമ്മളത് തന്നെ ചെയ്യും, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് നോക്കണം. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. ഞാൻ സ്ഥിരമായിട്ട് ഹെയർ കട്ട് ചെയ്യുന്ന ആളെ കണ്ട സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. സപ്ന എന്നാണ് അവളുടെ പേര്. This much you want to tell me? I don't know. This much we have to cut. Okay, fine. ഞാൻ ഹെയർ സ്റ്റൈലെല്ലാം അവളെ കാണിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു നന്നായിരിക്കും എനിക്ക് ആ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര കട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഡിസ്കസ് ചെയ്യാണ്. പിന്നെ അടിയിൽ എത്ര ട്രിം ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം മുടി ഡീറ്റാങ്കിൾ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യേണ്ട ഹെയർ ഒന്ന് ജസ്റ്റ് പാർട്ടീഷൻ ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഹെയർ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോഴാണ് ആ ഫൈനൽ ലുക്ക് കിട്ടുക. ഹെയർ കുറച്ച് വോളിയം ഉള്ളതുകൊണ്ട് രണ്ടുപേരും കൂടിയിട്ടാണ് എൻ്റെ ഹെയർ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. മീൻസ് ഇനിഷ്യലി ആ ഹെയർ ഒന്ന് ജസ്റ്റ് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. Center partition.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക്. ഫ്രണ്ട് ഹെയർ ഇങ്ങനെയാണ് വരിക. സെൻറ്റർ പാർട്ടീഷനും ഇടാം, സൈഡ് പാർട്ടീഷനും ഇടാം. അപ്പോൾ അവൾ പറയുമായിരുന്നു എന്നോട് എപ്പോഴും ഇതുപോലെ സെറ്റ് ചെയ്ത് ഇടണം, എന്നാലാണ് ഈ ലുക്ക് കിട്ടുക എന്നൊക്കെ എന്നോട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടമായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഹെയർ സ്റ്റൈലിൽ? ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ അടിപൊളിയായിട്ട് വന്നു. ഇപ്പോൾ സുജിയേട്ടനൊന്നും ഫ്രീ അല്ല, അപ്പോൾ ഞാൻ ടാക്സി വിളിച്ച് വീട്ടിൽ പോവാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് ത്രെഡും കൂടെ ചെയ്തിട്ടോ. അയ്യോ ഹമ്പ്, ഞാൻ ത്രെഡും കൂടെ ചെയ്തു. ഹെയർ കട്ട് അടിപൊളി വന്നു, ഭാഗ്യം. ലൈറ്റില്ലല്ലേ തീരെ. പിന്നെ ഇനി ഞാൻ ഫുൾ ഹെയർ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ വീട്ടിൽ പോയിട്ട് വേണം, ഞാൻ അവിടെ നിന്ന് എടുക്കാൻ വിട്ടുപോയി. അവിടെ നിന്ന് ജസ്റ്റ് അവരോട് സംസാരിച്ച് ബില്ലും പേ ചെയ്ത് ഞാനിങ്ങനെ ഇറങ്ങി. അപ്പോൾ ഫുൾ പിക്ക് ഫ്രണ്ട് ഹെയറും ബാക്ക് സൈഡും ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു സക്സസ്ഫുള്ളായ ഹെയർ കട്ട് വ്ളോഗായിരുന്നു ഇത്. ഞാൻ ഈ സ്റ്റൈൽ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ വരും, നമ്മൾ ഫേസിന് ചേരുമോ അറിയില്ല. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന സപ്ന എന്നാണ് പേര്, അവളെ കണ്ടു. ഇപ്പം എന്താണ് അവൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. അന്നേരം ഞാൻ അവളോട് ചോദിച്ചു ഇതെനിക്ക് ചേരുമോ, ഞാനത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ചേരും, നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് രണ്ടും കൽപ്പിച്ച് ചെയ്തത് തന്നെ. ഇത് പിന്നെ ഇങ്ങനെയല്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സൈഡ് പാർട്ടീഷനായിട്ട് ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെയും ഇടാം, അതുകൊണ്ട് ടെൻഷനില്ല. ഇപ്പം സെൻറ്റർ പാർട്ടീഷൻ തന്നെ ആയിട്ട് ഇടണം എന്നുള്ള ടെൻഷനൊന്നുമില്ല. അപ്പം ഇനി ഫുൾ പിക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇനി ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ see you then, take care, bye.